ഗൈസ്, അറിയൂ എൻ്റെ ബ്ലോഗ്. അപ്പോൾ ഇത്തിരി മഴയൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്, ഇത്തിരി ഒന്ന് ശമനം കാണുന്നുണ്ട്, ഇത്തിരി ഒന്ന് കാലാവസ്ഥ ഇത്തിരി ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോൾ തൃശ്ശൂരുള്ളത്. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക. അപ്പം കിട്ടുന്ന അപ്ഡേറ്റുകൾ ഫോളോ ചെയ്തിട്ടും മുൻകരുതലുകൾ എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. യാത്രകൾ ഈ ഒരു സിറ്റുവേഷൻസിൽ പരമാവധി യാത്രകൾ നടത്തുന്ന ഒഴിവാക്കുക. പ്രത്യേകിച്ച് 2 വീലർ 4 വീലർ യാത്രകളൊക്കെ ഒഴിവാക്കുക. ഹൈ റേഞ്ച് യാത്രകളും കടൽ ബീച്ചിലോട്ട് പോകുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുക. കാരണം ഇപ്പോൾ നല്ല കൊടുങ്കാറ്റും നല്ല കാറ്റും മഴയും ഇടിയും ഒക്കെ ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും യാത്രകൾ ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അപ്ഡേറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചാനലിനെ കുറിച്ച് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകും. എന്തുകൊണ്ടാണ് സോളോ ട്രാവലർ ബൈ സത്യൻ എന്നൊരു പേര് ഈ ഒരു ചാനലിലിട്ട്? സോളോ ട്രാവലർ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര നടത്തുന്ന ഒരു വ്യക്തി എന്നാണ് അതിന് പറയുന്നത്. സോളോ ആയിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്രകൾ നടത്താൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞത്. അതിപ്പോൾ എൻ്റെ ഒരു ജാതകം എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ജാതകത്തിലുള്ള ആൾക്കാരുടെ പ്രത്യേകത, ഞാൻ മൂലനക്ഷത്രമാണ്. ഈ മൂലനക്ഷത്രത്തിലുള്ളവർക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നിട്ടുണ്ട്. അവർക്ക് എപ്പോഴും സഞ്ചരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു എൻ്റെ നക്ഷത്രം അതായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ യാത്രകൾ നടത്താനും എന്നൊരു മനസ്സ് എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് ഹംസഫറിൽ യാത്ര ചെയ്തു. കുറച്ച് 2 വർഷം മുന്നേ ഒരു വർഷം മുന്നേ നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തു. നമ്മുടെ കൊമ്പനിൽ യാത്ര ചെയ്തു. 16 കോച്ചുള്ള നമ്മുടെ കൊമ്പനിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഇപ്പോൾ അത് പുതിയ അപ്ഡേറ്റ് കണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ 16 കോച്ചുള്ള വണ്ടിക്ക് പകരം 8 കോച്ചുള്ള വണ്ടിയാക്കാൻ പോകുന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റുകൾ തരാം. എന്തായാലും അപ്ഡേറ്റുകൾ പ്രൊവൈഡ് ചെയ്യാം. എന്തായാലും ശരിക്കും പറഞ്ഞാൽ 16 കോച്ചുള്ള വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ വന്ദേ ഭാരതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തുടക്ക സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ. ഞാനൊക്കെ ആദ്യം വണ്ടി ഇറങ്ങി 1 മാസത്തിന് ശേഷമാണ് കൃത്യം ഞാൻ ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. അന്നൊക്കെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഇന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു എന്ന് കേട്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം. അതിനൊക്കെ എനിക്കും നിമിത്തമാവാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു ചരിതാർത്ഥ്യമുണ്ട്. എന്നോടൊക്കെ സജഷൻ ചോദിച്ചിരുന്നു. കാരണം ഒരുപാട് എനിക്ക് ആ സാറിനെ ഇപ്പോൾ ടി സാറിനെ എപ്പോഴും ഓർമ്മയുണ്ട് വന്ദേ ഭാരതിൽ യാത്ര ചെയ്തപ്പോൾ. കാരണം എനിക്ക് സീറ്റ് കിട്ടാതെ വരികയും തിരിച്ച് റിട്ടേൺ വരുമ്പോൾ സീറ്റ് കിട്ടാതെ വരികയും അവസാനം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കൃത്യമായിട്ട്. ഇപ്പോൾ പിന്നെ ഏത് വണ്ടിയിലും നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് IRCTC നമുക്ക് ഇൻഫർമേഷൻ തരും. നമ്മുടെ കോച്ച് ഇന്നതാണ്, നമ്മൾ ഇന്ന ബർത്തിലാണ് നമ്മൾ കൃത്യമായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക്. ഒരു പ്രീമിയം വണ്ടിയാണെങ്കിൽ പോലും ആ ഒരു പ്രീമിയം വണ്ടിയുടെ സീറ്റ് നമ്മളിപ്പോൾ ഞാൻ ഇന്നാള് ഹംസഫറിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഹംസഫർ പോലെയുള്ളൊരു പ്രീമിയം വണ്ടിയിൽ പോലും നമ്മുടെ സീറ്റ് കൺഫേം ആയി, ചാർട്ട് പ്രിപ്പയർ ആയി, സീറ്റ് കൺഫേം ആയി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നു. അതിന് നമ്മൾ സീറ്റ് അടക്കം കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. റെയിൽവേയിൽ നിന്ന് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയിക്കുന്നുണ്ട്. യാത്രക്കാരെ കൃത്യമായിട്ട് അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയാണ്. നമ്മൾ റെയിൽവേനെ ആ കാര്യത്തിൽ റെയിൽവേനെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മളുടെ ട്രെയിനുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ട്രെയിനും മറ്റ് പുറം രാജ്യത്തെ ട്രെയിനുകളും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മുടെ ട്രാക്ക് സിസ്റ്റവും അവിടുത്തെ ട്രാക്ക് സിസ്റ്റവും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിലും വരുന്നുണ്ടല്ലോ ബുള്ളറ്റ് ട്രെയിനൊക്കെ, നമ്മുടെ നാട്ടിലും വരുന്നുണ്ട്. മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ ഇന്ത്യയിലും ഇതുപോലുള്ള ഹൈസ്പീഡ് ട്രെയിനുകൾ വരാതിരിക്കില്ല. ഇന്ത്യയിൽ വരും, ഉറപ്പാണ്. കേരളത്തിലും വരുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. കാരണം ഹൈസ്പീഡ് ട്രെയിനുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് നിസ്സാര സമയം കൊണ്ട് ഇപ്പം നമുക്കിപ്പോൾ 5-6 മണിക്കൂർ എടുക്കുന്നത് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടൊക്കെ എത്താൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ വരികയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ട്രാവൽ ടൈം കുറയും, ട്രെയിനിലുള്ള ട്രാവൽ ടൈം കുറയും.
അപ്പൊ വന്ദേ ഭാരതൊക്കെ അതിനൊരു ഇനീഷ്യേറ്റീവ് മാത്രമാണ്. നമ്മുടെ വന്ദേ ഭാരത് ആയാലും നമ്മുടെ ട്രെയിൻ തന്നെയാണ്, നമ്മുടെ സ്വന്തമാണ്. വന്ദേ ഭാരത് ആയാലും നമ്മുടെ സ്വന്തം വണ്ടിയാണ്. അതിന് നമ്മുടെ സ്വന്തമായിട്ട് തന്നെ നമ്മൾ കരുതണം. കാരണം ഇനിയുള്ള ഭാവി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ആണെങ്കിലും ഏതൊരു റെയിൽവേ നെറ്റ്വർക്കിന്റെ ഭാവി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഹൈ സ്പീഡ് ട്രെയിനുകളാണ്. ഇനിയിപ്പോ അഹമ്മദാബാദ് മുംബൈ റൂട്ടിൽ നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ വരുന്നു എന്ന് പറയുന്നത് കേട്ടു. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ പാമ്പൻ പാലത്തിന്റെ പുതിയ അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടത് ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്കും പാമ്പൻ പാലം ഇനാഗ്രേഷൻ കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമൃത എക്സ്പ്രസ്, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം അമൃത എക്സ്പ്രസിനെ നമുക്ക് അമൃത എക്സ്പ്രസ്സിൽ നമുക്ക് രാമേശ്വരം വരെ യാത്ര ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ രാമേശ്വരം വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പുതിയ പാലത്തിലൂടെ ആയിരിക്കും അമൃത ഓടുന്നത്. മിക്കവാറും ഡീസൽ എഞ്ചിന് പകരം ഇലക്ട്രിക് എഞ്ചിൻ വെച്ചിട്ടായിരിക്കും ഓടുന്നത്. എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് ഞാൻ പറയാം. എന്തായാലും ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമൃതയിലേക്ക് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അമൃത രാമേശ്വരം വരെ നീട്ടുവാണെങ്കിൽ നമ്മളും എന്തായാലും ആ ഒരു ജേർണി ചെയ്യും. അത് ചിലപ്പോൾ ആദ്യ മാസത്തിലൊന്നും ആവില്ല, കുറച്ചൊന്നും ഡിലേ വന്നാലും നമ്മൾ അമൃതയിൽ യാത്ര ചെയ്യും രാമേശ്വരം വരെ. കാരണം നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ വണ്ടി കേരളത്തിൽ നിന്ന് പോകുന്നൊരു വണ്ടി, അതായത് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വണ്ടി രാമേശ്വരം വരെ ഇപ്പോൾ ചെന്ന് അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ അമൃതയാകുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും 3 മണി 4 മണി ആകുമ്പോഴത്തേക്കും രാമേശ്വരം എത്തുന്ന രീതിയിലായിരിക്കും അമൃതയുടെ ടൈം ടേബിൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മധുര വരെയൊക്കെ ഏകദേശം ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി പോകുന്നുണ്ട്. ഏകദേശം ഒരു 4-5 മണി അല്ലെങ്കിൽ ആ ഒരു 6 മണി 7 മണി റേഞ്ചിലൊക്കെ രാമേശ്വരം എത്തിക്കഴിഞ്ഞാൽ നമുക്ക്, പക്ഷെ ആ സമയത്ത് നമുക്കൊന്നും കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈവനിങ്ങിന്റെ ടൈമിന് അല്ലെങ്കിൽ ഏകദേശം ഒരു 3 മണി 4 മണി റേഞ്ചിൽ അമൃത അവിടെ എത്തുകയാണെങ്കിൽ അത് ഒരുപാട് ഉപകാരമായിരിക്കും. എന്തായാലും റെയിൽവേ എന്താണ് തീരുമാനിക്കുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ജേണി നടത്തുന്നതാണ്. കുറച്ച് പൈസ ചെലവുണ്ട്, കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്യണം, ലോങ് ഡിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞ്. എന്തായാലും നോക്കാം, അപ്ഡേറ്റ് വരട്ടെ. അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മളും ഈ പറയുന്ന ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭാവിയിൽ നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ചിലപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ അല്ല രണ്ടാമത്തെ കേരളം വിട്ടുള്ള രണ്ടാമത്തെ യാത്രയായിരിക്കും അത്. കാരണം ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാൽ സെങ്കോട്ട വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിന്റെ വീഡിയോസൊക്കെ പലപ്പോഴും ഞാൻ മുമ്പത്തെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇടണമെന്ന് ഉണ്ട്, നോക്കട്ടെ. അതിന് എന്തെങ്കിലും വഴി കിട്ടാറുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് വീണ്ടും ഒന്ന് മെമ്മറീസ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ജേർണി വീഡിയോ എന്തായാലും ഇടുന്നതാണ്. ശരിക്കും പറഞ്ഞൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അവരോടൊക്കെ ഒരുപാട് നന്ദി പറയാനുണ്ട്. നല്ല കമന്റ്സ് ഇട്ടായിരുന്നു ഒക്കെ. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് എൻ്റെ ഈ ഒരു ചെറിയ ചാനൽ ഇത്രത്തോളം വലിയ അച്ചീവ്മെന്റ് കീഴടക്കാൻ എൻ്റെ ചാനലിന് സാധിക്കുന്നത്. എനിക്കും ഒരുപാട് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ഇഷ്ടമാണ്. കാരണം അത്ര അധികം മെമ്മറീസ് ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇരിഞ്ഞാലക്കുട. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യാത്രകൾ ഞാൻ ആ ഒരു സ്റ്റേഷനിൽ തുടങ്ങുകയും അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് വരെ നമ്മൾ യാത്ര നടത്തിയിരുന്നു. എൻ്റെ ഫുള്ള് വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ആ ഒരു വീഡിയോ പോയത്. നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായില്ല. ഇനിയിപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അവിടെ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നോസ്റ്റാളജിക് റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് നമുക്ക് ഇനിയും ഭാവിയിൽ ഒരുപാട് വീഡിയോ യാത്രകളും ഒരുപാട് ട്രാൻസ്പോർട്ടിങ് വീഡിയോസും ഒക്കെ വരുന്നുണ്ട്. അതിനായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.